ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇക്കോസ് വേൾഡ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചെന്നില്ലേ ഒരു ചെറിയ വലിയ തോട് കനാലിനെ പറ്റി. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്തുള്ള ഒരു ചെറിയ തോടാണ് കേട്ടോ. ഇവിടെ നമുക്കങ്ങനെ ഒരുപാട് മുങ്ങിക്കുളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇറങ്ങി ഒന്ന് രസിക്കാം, അത്രേ ഉള്ളൂ. അവിടെയൊക്കെ ഒന്ന് പോയി ഒരു പാഷൻ ഫ്രൂട്ടൊക്കെ രസിച്ച് നിന്നപ്പോഴാണ് തോട്ടിലൊരു അതിഥീനെ കണ്ടെന്ന് പിള്ളേർ പറഞ്ഞു. പിന്നെ ഓടി തോട്ടിൽ പോയി. അവിടെ ചെന്ന് കുറേ നേരം കോലിട്ടും കമ്മിട്ടൊക്കെ പിടിച്ചു നോക്കി. കാരണം വീഡിയോസൊക്കെ ഒരുപാട് കാണുമ്പം പുള്ളീനെ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേടി എന്താണെന്നറിയില്ല. അവസാനം കുറേ നേരം കോലിട്ട് കുത്തി നോക്കി, പിടിച്ച് നിർത്തിയിട്ട് ബാക്ക് കാലിലൊന്ന് പൊക്കി നോക്കിയാലോ എന്നൊക്കെ കരുതി. ഒരു രക്ഷയില്ല. അവസാനം പുള്ളി പൊത്തി കയറി ഓടിച്ചിരുന്നു. പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളി പതുക്കെ 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 ഇറങ്ങി വന്നു. ഇതാട്ടോ നമ്മുടെ അതിഥി, നമ്മുടെ ഞണ്ട്. തോട്ടിലൊക്കെ ഞണ്ട് വന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ വിശ്വസിച്ച് തോട്ടിലിറങ്ങണേ? ഇതൊക്കെ പിടിച്ച് കടിച്ചാൽ എന്താവും അവസ്ഥ? ഒന്നും പറയണ്ട. ഇവൻ്റെ നോട്ടം കണ്ടിട്ട് തന്നെ ഒരു വശപ്പിശകുണ്ട്. ഞാൻ കുറേ നോക്കി വലയിട്ടൊക്കെ പിടിക്കാൻ നോക്കി. അവസാനം മൂത്താശാരീനെ തന്നെ വിളിക്കാൻ തോന്നി, ചേട്ടൻപുള്ളീനെ. അങ്ങനെ ഇക്കാക്ക ഒന്ന് കുറേ നേരം പുള്ളി ശ്രമിച്ചു. അവസാനം തുണിയൊക്കെ വെച്ച് പിടിച്ച് അവൻ ഒരു കാല് ഒടിച്ചും തന്ന്. പിന്നെ അവൻ വീണ്ടും പൊത്തിക്കേറി. അവിടെ നിന്ന് എങ്ങനെയോ ഇക്കാക്ക പിടിച്ച് അതിനെ മുറ്റത്തേക്ക് ഇട്ടു. നമ്മുടെ മുറ്റത്ത് അതിഥി ഉണ്ട് കേട്ടോ. ദേ ഇരിക്കണോ. ഇവരതിനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി കുറേ കുത്തൊക്കെ കൊണ്ട് പുള്ളി തീരെ അവശതയായി. പുള്ളിക്കൊരു ഇല കൂടെ ടൈറ്റാക്കി പിടിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നമ്മളെ കടിക്കാനാ? എന്നാലും ഒരു ആ പേടിയേ അതുണ്ട്. പിന്നെ ഇലയൊക്കെ കൊടുത്തു നോക്കി, രക്ഷയില്ല. ഞാൻ ഇറുമാത്ത കട തുറക്കണൊക്കെ അടക്കുന്നുണ്ട്. കടക്കണ മീനാ രണ്ട് പെടക്കണ പോടായിരിക്കണേ. കണ്ണടക്കണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ 2 മീൻകുളം നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? നമുക്ക് ഇവരെ അവിടെ കൊണ്ട് വിടാം. ഈശോ പറയണത് മീനൊക്കെ ചത്തുവും ഇടണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഈ വെള്ളം ഇപ്പം തന്നെ പറ്റും. തോട്ടിൽ ഒരുപാട് നാളൊന്നും വെള്ളം നിലനിൽക്കുകയൊന്നുമില്ല. കുറച്ച് നാൾ വിടും, കുറച്ച് നാൾ അത് ഓഫ് ചെയ്യും. അങ്ങനെയാണ് തോട്ടിലെ വെള്ളം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഈ തോട്ടിലൊക്കെ ഞണ്ട് വരുമോ എന്നുള്ളത്. എപ്പോഴൊന്നും വെള്ളം ഉണ്ടാവില്ല ഈ തോട്ടിൽ. വേനൽക്കാലത്താണ് വെള്ളം വിടുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ കുളം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് മീൻ കുളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. രണ്ടാം ദിവസവും ഒരു സർപ്രൈസ് ഉണ്ടായിട്ടോ. ഇന്നും ഞണ്ടിനെ കിട്ടി, ഇന്നലെ ഞണ്ടിനെ കിട്ടി. ഇന്നലെ ഞണ്ടിനെ കിട്ടിയപ്പോ ഒരു കൈ വിട്ടു പോയിട്ടുണ്ട് അതിന്റെ. ഇന്ന് കിട്ടിയപ്പോ അതിന് അങ്ങനെ തന്നെ കിട്ടി. ഇട്ടെടുക്കാം ഗൈസ്. അപ്പൊ നമുക്ക് കൂട്ടുകാരനെ കാണുമ്പോൾ സന്തോഷിക്കും. അല്ല എന്നെ നോക്കാണ് നോക്കുമ്പോ മാത്രമേ
കണ്ടിട്ടില്ല. കൂട്ടുകാരുടെ അങ്ങനെ കൂട്ടൊക്കെ കൂടിയിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കൂട്ടുകാരുമായിട്ടൊന്ന് കൂട്ടുകൂടിയിട്ടൊക്കെ വരാം. പുതിയ ഒരു വീഡിയോയിലൂടെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. സീ യു. ഹാവ് എ നൈസ് ഡേ.